ഈ കത്തോലിക്ക കോൺഗ്രസിന്റെ റാലിയിലൊക്കെ പങ്കെടുക്കാൻ തീരുമാനിച്ചു? ഞാനും അതിന്റെ ഭാഗമല്ലേ. കത്തോലിക്ക കോൺഗ്രസ് ആരുടെയും ഭാഗമല്ല, ഇത് കത്തോലിക്കിന്റെ ആണ്. ഞങ്ങളെല്ലാം അതിന്റെ ഭാഗമല്ലേ. ഈ കത്തോലിക്ക കോൺഗ്രസിന് അല്ലെങ്കിൽ കത്തോലിക്കർക്ക് വേണ്ടത്ര ഒരു പ്രാതിനിധ്യം അല്ലെങ്കിൽ പരിഗണന കിട്ടുന്നില്ല എന്ന് തോന്നുന്നു. എല്ലാ മേഖലയിലും തീർച്ചയായിട്ടും അത് തന്നെയാണല്ലോ ഇപ്പൊ ഇത്തരം ശാക്തീകരണത്തിന്റെ തീർച്ചയായിട്ടും ശാക്തീകരിക്കപ്പെടേണ്ട ഒരു സമൂഹമായി കത്തോലിക്ക കോൺഗ്രസ് പ്രത്യേകിച്ച് കത്തോലിക്കർ മാറുകയാണ്. വലിയ പ്രതിസന്ധികളിലൂടെയാണ് കത്തോലിക്ക വിഭാഗം കടന്നു പോകുന്നത്. വലിയ രീതിയിലുള്ള പലായനം ഇവിടുന്ന് ഉണ്ടാകുന്നു. തീർച്ചയായിട്ടും ഒരു പുനർചിന്തനത്തിന്റെ കാലഘട്ടത്തിലൂടെ തന്നെയാണ് കത്തോലിക്ക പ്രസ്ഥാനം കടന്നു പോകുന്നത്. നേരത്തെ രാഷ്ട്രീയ രംഗത്തും അതുപോലെ സാമൂഹ്യ രംഗത്തൊക്കെ തന്നെ കത്തോലിക്ക സഭയ്ക്കൊക്കെ നല്ല മുന്തിയ ഒരു പരിഗണന ലഭിച്ചിരുന്നു. ഇപ്പോൾ അത്തരത്തിലുള്ള രാഷ്ട്രീയ രംഗത്താകട്ടെ സാമൂഹ്യ രംഗത്താകട്ടെ അവഗണനയല്ല കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ കത്തോലിക്ക പ്രസ്ഥാനങ്ങൾ നിഷ്പക്ഷ സമീപനം മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. വ്യക്തമായി രാഷ്ട്രീയ രംഗത്തേക്ക് ഇടപെടുന്ന പഴയ രീതിയിൽ തന്നെ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞ് മുമ്പോട്ട് പോയില്ലെങ്കിൽ ഇനി സമുദായം ഉണ്ടാവില്ല, സമുദായത്തിൻ്റെ അടുത്ത തലമുറ ഉണ്ടാവില്ല. കാരണം നമുക്കറിയാം 64 തൊട്ടൊക്കെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക് മുന്തിയ ഒരു പരിഗണന അല്ലെങ്കിൽ കൂടുതൽ സീറ്റൊക്കെ ലഭിച്ചിരുന്നു. ഇപ്പം പക്ഷേ അത് ശോഷിച്ച് പോയിക്കൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്ത് ഇവിടുന്ന് പലായനം ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് പലായനം ഉണ്ടാകുന്നത്? ഇവിടെ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല ഒരു പുതിയ തലമുറയ്ക്കുള്ളത്. അത് രാഷ്ട്രീയപരമായ കാരണങ്ങളുണ്ട്. ആ രാഷ്ട്രീയപരമായ കാരണങ്ങൾ കത്തോലിക്ക സഭയും അതുപോലെ AKCCയും ഒക്കെ ചർച്ച ചെയ്ത് കൃത്യമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് നിന്ന് നമ്മൾ അപ്രസക്തമാകുന്ന സാഹചര്യം ഉണ്ടാവും. കേന്ദ്ര സംസ്ഥാന ഭരണ വിഭാഗത്തിന്റെ ഒരു പരിഗണന കിട്ടാത്തതുകൊണ്ടല്ലേ നമ്മുടെ യുവാക്കളൊക്കെ തന്നെ ഈ വിദേശത്തേക്ക് മുന്നേറുന്നത്. സംവരണം മാത്രം എടുത്താൽ 100 കുട്ടികൾ പരീക്ഷ എഴുതിയാൽ 10 പേർക്ക് പോലും സമുദായത്തിൽ നിന്നും ജോലി കിട്ടില്ലാത്ത സാഹചര്യമുണ്ട്. ജനറൽ കാറ്റഗറിയിൽ നിലവിൽ ഇപ്പോൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഉണ്ടായാൽ അതിൽ 100 പേര് പരീക്ഷ എഴുതിയാൽ നമ്മൾ ഉൾപ്പെടുന്ന ജനറൽ കാറ്റഗറിക്ക് 30% ഉള്ളത്. ഒരു ക്രൈസ്തവന് 10 പേർക്ക് പോലും ജോലി കിട്ടില്ലാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ ഇതൊക്കെ മാറ്റം ഉണ്ടാവണം, അല്ലെങ്കിൽ ആളുണ്ടാവില്ല ഇവിടെ. അത് സഭാ നേതൃത്വം അത് പരിഗണിക്കട്ടെ. തീർച്ചയായിട്ടും അതിന്റെ പ്രതിഫലനമാണല്ലോ ഈ ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുന്നത്. സഭയ്ക്ക് നല്ല ബോധ്യം ഉണ്ടാക്കരുത്.